കാസർഗോഡ് CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ്. 4,76,00,000വുമായി സൊസൈറ്റി സെക്രട്ടറിയും CPIM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ രതീശൻ മുങ്ങി. അംഗങ്ങൾ അറിയാതെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തെന്ന പരാതിയിൽ രതീശനെതിരെ കേസെടുത്തു. തട്ടിപ്പ് പുറത്തുവന്നതോടെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രതീശനെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. അർജുൻ ഹേമ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ ഹേമ, ആസൂത്രിതമായ തട്ടിപ്പാണോ? ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ ഇതിനെല്ലാം ആസൂത്രണം നടത്തിയത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഈ സഹകരണ സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു പങ്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിലാണ് ഇത്തരത്തിൽ 4 കോടിയോളം രൂപയുടെ തട്ടിപ്പ്, അതായത് സ്വർണ്ണ പണയ വായ്പ എടുത്തെന്ന പരാതിയിലാണ് സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ആദൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. CPIM നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇതിൽ ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ ഒളിവിൽ ആണെന്നാണ്, അതായത് ഈ സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള കെ രതീശൻ ഒളിവിൽ എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നിലവിൽ തുടരുകയാണ്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെക്രട്ടറി ആയിട്ടുള്ള, അതായത് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രസിഡന്റ് ആയിട്ടുള്ള കെ സൂപ്പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായി പറയാനുള്ളത്, സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്ന് ഈ ഭരണസമിതിയെ ഈ വിവരം അറിയിക്കുകയും കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം ഈ സൊസൈറ്റിക്ക് ഏകദേശം 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് നടത്തിയെന്നുള്ള ഒരു പരാതി വരികയും തുടർന്ന് ആദൂർ പോലീസ് കേസെടുക്കുകയും നിലവിൽ ആ സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇയാളെ പിടികൂടാനൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് യാതൊരുവിധ വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നില്ല. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്ന സാഹചര്യമാണ് സുജയ.